ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടുകളിലേക്ക് സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു ഇൻട്രോ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മറ്റ് ഭരണാധികാരികളും അവരുടെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ചുമാണ്. ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ മരണത്തിന് ശേഷം 1758 മുതൽ 1798 വരെയുള്ള കാലങ്ങൾ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തെ ധർമ്മരാജ എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം അക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന ടിപ്പു സുൽത്താനെ ചെറുക്കുകയും രാജ്യത്തിന്റെ സ്ഥിരത നിലനിർത്തുകയും ചെയ്തു. 1798 ധർമ്മരാജ കാലം നീങ്ങുകയും പിന്നീട് 1798 മുതൽ 1810 വരെ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നത് ബാലരാമവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ബ്രിട്ടീഷ് സ്വാധീനം ആദ്യമായി തിരുവിതാംകൂറിൽ വന്നത്. ശേഷം ഗൗരി ലക്ഷ്മിഭായ് 1810 മുതൽ 1815 വരെ തിരുവിതാംകൂറിന്റെ ആദ്യ രാജ്ഞിയായി ഭരണം നടത്തി. രാജ്ഞിയുടെ ഭരണകാലത്താണ് 1812 അടിമത്തം നിർത്തലാക്കിയത്. കൂടാതെ 1813 വസൂരി വാക്സിനേഷൻ വകുപ്പ് അവർ സ്ഥാപിക്കുകയും പിന്നീട് സ്വയം വാക്സിനേഷൻ സ്വീകരിച്ച് എല്ലാവർക്കും മാതൃകയാകുകയും ചെയ്തു. ശേഷം 1815 രാജ്ഞി മരിക്കുന്നതുവരെ തന്റെ മകനായ സ്വാതി തിരുനാളിന് റീജന്റായി സേവനമനുഷ്ഠിച്ചു. ഗൗരി ലക്ഷ്മിഭായിയുടെ മരണത്തിന് ശേഷം 1815 മുതൽ 1829 വരെ അവരുടെ സഹോദരിയായ ഗൗരി പാർവതിഭായ് സ്വാതി തിരുനാളിന് റീജന്റായി ഭരണം നടത്തി. പിന്നീടുള്ള കാലം സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ആയിരുന്നു. 1829 തന്റെ അമ്മയുടെ സഹോദരിയായ ഗൗരി പാർവതിഭായിയുടെ റീജൻസി കാലാവധി കഴിഞ്ഞ ശേഷം 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാജാവായി സ്ഥാനമേറ്റു. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ രാജാവായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഗർഭ ശ്രീമാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. സ്വാതിയുടെ കാലഘട്ടം കലയുടെയും വിദ്യാഭ്യാസത്തിന്റെയും കാലഘട്ടമായിരുന്നു. 400-ലധികം ഹിന്ദുസ്ഥാനി സംഗീതങ്ങൾ, പത്മനാഭ കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അനേകം പരിഷ്കാരങ്ങൾ നടത്തി. തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാരീതികൾ നിർത്തലാക്കി. ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരം രാജാസ് യൂണിവേഴ്സിറ്റി കോളേജും ആദ്യ സർക്കാർ അംഗീകൃത അച്ചടിശാല സ്ഥാപിച്ചതും മൃഗശാലയ്ക്ക് തുടക്കമിട്ടതും സ്വാതി തിരുനാളാണ്. 1846 ഡിസംബർ 25 33 വയസ്സുള്ള സ്വാതി തിരുനാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അനേകം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. ഒന്ന്, അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന കൊട്ടാരമായ കുതിരമാളിക കൊട്ടാരം. 122 കുതിരകൾ തെക്കോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ശൈലിയിലാണ് ആ കൊട്ടാരത്തിന്റെ മാളിക നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ പ്രധാന കവാടം തെക്ക് ദിശയിലും ആയിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തെ ഐതിഹ്യം എന്നത് സ്വാതി തിരുനാൾ മരിച്ച അതേ സമയം തന്നെ കൊട്ടാരത്തിന് താഴെ നിലയിലുള്ള പൂജാമുറിക്കരികെ സ്വാതി തിരുനാൾ നിൽക്കുന്നതായി കാര്യസ്ഥൻ കണ്ടുവെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 1860 മുതൽ 1880 വരെ തിരുവിതാംകൂർ ഭരിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. ശേഷം 1880 മുതൽ 1885 വരെ വിശാഖം തിരുനാൾ രാമവർമ്മ. വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് കേരളത്തിൽ മരച്ചീനി പ്രാബല്യത്തിൽ വന്നത്. ശേഷം 1885 മുതൽ 1924 വരെ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയും അദ്ദേഹത്തിന്റെ മരണശേഷം 1924 മുതൽ 1931 വരെ സേതു ലക്ഷ്മിഭായ് ശ്രീ ചിത്തിര തിരുനാളിന്റെ റീജന്റായി തിരുവിതാംകൂർ ഭരിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ നല്ല അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.